ഗവർണർ സർക്കാർ പോര് അയഞ്ഞെങ്കിലും അതിൽ ചില പുതിയ വാർത്തകൾ കൂടി വരുന്നുണ്ട്. സർവകലാശാല ഭേദഗതി ബിൽ രാഷ്ട്രപതിക്ക് നൽകി ഗവർണർ. ബിൽ തനിക്ക് എതിരായതിനാൽ തനിക്ക് മുകളിലുള്ളവർ തീരുമാനമെടുക്കട്ടെ എന്നാണ് ഗവർണറുടെ നിലപാട്. അത് അദ്ദേഹം പറയുകയും ചെയ്തു. സർവകലാശാലകളുടെ സ്വയംഭരണം കാത്തുസൂക്ഷിക്കുകയാണ് തന്റെ ലക്ഷ്യം. നയപ്രഖ്യാപനത്തിലുള്ള തീരുമാനം സ്വാഗതാർഹമാണെന്നും ഗവർണർ പറഞ്ഞു. സർക്കാരിന്റെ നടത്തിപ്പിൽ ഇടപെട്ടിട്ടില്ലെന്നും ഗവർണർ വ്യക്തമാക്കി. Yeah, because I can't take decision on that because it involves me. Therefore, this authority superior than me should take a decision on that. That is why. In any case, suppose this session had continued. The first session of the new year, policy address is a constitutional requirement. So it is good that they thought that the first session, in the new year, the old session should not be extended and it should start, new year should start with a new session. I think that's a good decision. There is absolutely, I have said again and again, please give me one instance where I have tried to interfere in the running of the administration. I will amend my conduct immediately. I have gone to the extent of saying I will give up my office. I am not here to interfere in the functioning of the normal functioning of the government. But the duties which Assembly itself has entrusted to me through legislation, that is the universities. There if I try to, and again I have said, my job is not to run the universities. Universities will be run by the vice chancellors. Job of the chancellor is to protect the autonomy of the university, to ensure that there is no interference in the university. So I will do only my legal and constitutional duty. കൂടുതൽ വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണനാണ് ചേരുന്നത്. ഉമേഷ്, കഴിഞ്ഞ ദിവസം സർക്കാരും ഗവൺമെന്റുമായിട്ടുള്ള ചില ധാരണയുടെ അടിസ്ഥാനത്തിൽ പരസ്പരം ഒരു ചെറിയ വെടിനിർത്തൽ എങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ എപ്പോഴും ഗവർണർ അങ്ങനെയല്ല പറയുന്നത്. വീണ്ടും തന്റെ നിലപാടുകൾ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ്. കൂടുതൽ വിശദീകരണം കൂടി അദ്ദേഹം നൽകുന്നുണ്ട്. എന്താണ് ഗവർണറുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്? പ്രധാനമായി സർവകലാശാല ഭേദഗതി ബിൽ നിയമവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഏറ്റവും സുപ്രധാനമായ നിലപാട് അദ്ദേഹം എടുക്കാൻ പോകുന്നത് എന്നുള്ള സൂചനയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതായത് തനിക്കെതിരായ തീരുമാനങ്ങൾ അത് തനിക്ക് മുകളിലുള്ളവർ എടുക്കട്ടെ എന്നുള്ള മറുപടിയാണ് അദ്ദേഹം നൽകിയത്. താൻ സർക്കാരിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനോ ഭരണനിർവഹണത്തിനോ താൻ ഇടപെടുന്നില്ല. യൂണിവേഴ്സിറ്റികളുടെ പ്രവർത്തനം നടത്തുന്നതിനും താനല്ല ചുമതല. പക്ഷേ യൂണിവേഴ്സിറ്റികളുടെ സ്വയംഭരണം കാത്തുസൂക്ഷിക്കുക എന്നുള്ള ചുമതല തനിക്കുണ്ട്. ആ ലക്ഷ്യം താൻ നിറവേറ്റും. അല്ലാതെ യൂണിവേഴ്സിറ്റികളുടെ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് വൈസ് ചാൻസലർ തന്നെയാണ്. പക്ഷേ തനിക്കെതിരെ വന്ന അല്ലെങ്കിൽ തനിക്കെതിരായ ബിൽ ആയതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട തീരുമാനം തനിക്ക് മുകളിലുള്ളവർ എടുക്കട്ടെ എന്നുള്ളതാണ് ഗവർണർ നൽകിയ മറുപടി. എന്തായാലും അത് ഒരു കൃത്യമായ സൂചനയും കൂടിയാണ്. കിരൺ. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ ഈ മാസം 23-ന് നിയമസഭയുടെ ബജറ്റ് സമ്മേളനം തുടങ്ങും. അടുത്ത മാസം 3-നാണ് നയപ്രഖ്യാപന പ്രസംഗം നിശ്ചയിച്ചിട്ടുള്ളത്. ഗവർണറുമായി തൽക്കാലം ഇടയാനില്ലെന്ന സന്ദേശം നൽകിയാണ് നയപ്രഖ്യാപന പ്രസംഗത്തോടെ ഈ വർഷവും സഭാ സമ്മേളനം തുടങ്ങാൻ സർക്കാർ തീരുമാനമെടുത്തത്. ഡിസംബറിൽ ചേർന്ന നിയമസഭാ സമ്മേളനം അവസാനിച്ചതായി ഗവർണറെ അറിയിക്കാൻ ഇന്നലത്തെ ക്യാബിനറ്റ് തീരുമാനിച്ചിരുന്നു. ഗവർണർ പോര് ശക്തമായതിനാൽ നയപ്രഖ്യാപന പ്രസംഗം നീട്ടിവെക്കാൻ നേരത്തെ സർക്കാർ ആലോചിച്ചതാണ്. എന്നാൽ സർക്കാരിനെ അധികം ബുദ്ധിമുട്ടിക്കാതെ സജി ചെറിയാന് സത്യപ്രതിജ്ഞ ചെയ്യാൻ ഗവർണർ അവസരം നൽകിയതോടെ സർക്കാരും മാറി ചിന്തിച്ചു. നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരട് തയ്യാറാക്കാൻ പി രാജീവ് അധ്യക്ഷനായ ഉപസമിതിയെയും മന്ത്രിസഭായോഗം ചുമതലപ്പെടുത്തി. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾപ്പെടുത്തേണ്ടവ ക്രോഡീകരിക്കാൻ തദ്ദേശ സെക്രട്ടറി ശാരദാ മുരളീധരന് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. കേന്ദ്ര സർക്കാരിനെതിരെ പരാമർശങ്ങൾ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ആ പ്രസംഗം അതേപടി വായിക്കാൻ ഗവർണർ തയ്യാറാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ന്യൂസ് 18 തിരുവനന്തപുരം. ബഫർ സോൺ സമരങ്ങൾ തണുപ്പിക്കാൻ സർക്കാർ നീക്കം ആരംഭിച്ചിട്ടുണ്ട്. വനമന്ത്രി കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് ജോസ് പുളിക്കലിനെ നേരിൽ കണ്ട് ചർച്ച നടത്തി. ചർച്ച തൃപ്തികരമെന്ന് പറഞ്ഞ ജോസ് പുളിക്കൽ പക്ഷേ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുകൂടി പ്രഖ്യാപിച്ചു. ഭൂപടത്തിലെ അപാകതകൾ പരിഹരിക്കാൻ 19-ന് പ്രത്യേക യോഗം ചേരുമെന്ന് വനമന്ത്രി ശശീന്ദ്രൻ വ്യക്തമാക്കി. സംസ്ഥാനത്ത് മലയോര മേഖലയിൽ ബഫർ സോൺ വിഷയത്തിൽ ആളിപ്പടർന്ന സമരത്തിന് പിന്നാലെയാണ് സർക്കാരിന്റെ അനുനയ നീക്കം. കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് ഹൌസിൽ നേരിട്ടെത്തിയാണ് വനമന്ത്രി എ കെ ശശീന്ദ്രൻ ചർച്ച നടത്തിയത്. സർക്കാരിന്റെ ഉറപ്പുകളിൽ വിശ്വാസമർപ്പിക്കുന്നതായി
ബിഷപ്പ് ജോസ് പുളിക്കൽ വ്യക്തമാക്കി. അതേസമയം സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല. ജനങ്ങൾ ഇത്രയേറെ ലക്ഷക്കണക്കിന് ആളുകൾ അഫക്ട് ചെയ്യപ്പെടുന്ന പ്രതിസന്ധിയെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ലഭ്യമായ വിധിയിൽ ലഭ്യമായിരിക്കുന്ന ആ സാഹചര്യങ്ങൾ 44F പ്രധാനമായിട്ടും അതനുസരിച്ചുള്ള ആവശ്യം ഉന്നയിക്കുക. അവർ തീർച്ചയായിട്ടും അത് പോസിറ്റീവായിട്ട് തന്നെ സർക്കാർ മനസ്സിലാക്കുന്നുവെന്ന് അറിയിച്ചു. സമരം പിൻവലിക്കാത്തത് തിരിച്ചടിയായി സർക്കാർ കാണുന്നില്ല. പമ്പവാലി ഏഞ്ചൽ വാലി മേഖല വനഭൂമിയിലായത് മാപ്പിലെ പ്രശ്നങ്ങൾ മൂലമെന്ന് വനം മന്ത്രി പറഞ്ഞു. ഇത് പരിഹരിക്കാൻ 19-ന് മുഖ്യമന്ത്രി യോഗം വിളിച്ചിട്ടുണ്ട്. എന്നാൽ സമരം ചെയ്തവർക്കെതിരെ കേസുകൾ വന്നതിനെ മന്ത്രി ന്യായീകരിച്ചു. സമരത്തിൽ നിന്ന് പിന്തിരിയണമെന്നൊരു ഡിമാൻഡ് ഞങ്ങളും വെച്ചിട്ടില്ല. ഞാൻ സമരങ്ങളെ കാണുന്നത് വേറൊരു ആംഗിളിലാണ്. ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്ന പ്രശ്നങ്ങൾ ജനകീയ ആവശ്യങ്ങളാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ആ സമരങ്ങൾ സഹായിക്കുമെന്ന നിലപാടാണ് എനിക്കുള്ളത്. വിഷയത്തിൽ പ്രതിപക്ഷം നടത്തുന്ന നീക്കങ്ങൾ തമാശയാണെന്നും മന്ത്രി ശശീന്ദ്രൻ പരിഹസിച്ചു. പ്രശ്നങ്ങൾ രാഷ്ട്രീയമായി ആളിക്കത്തിക്കാനാണ് ശ്രമം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നാളെ പമ്പാവാലിയിൽ എത്താനിരിക്കെയാണ് മന്ത്രിയുടെ ബിഷപ്പ് ഹൌസ് സന്ദർശനം. ന്യൂസ് 18 കോട്ടയം. ഇടതു സർക്കാർ 1 കിലോമീറ്റർ ബഫർ സോൺ എന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമാക്കണമെന്ന് മാത്യു കുഴൽനാടൻ MLA. ജനവാസ മേഖലകൾ ഉൾപ്പെടുന്ന 12 കിലോമീറ്റർ ദൂരപരിധി ബഫർ സോൺ എന്ന് UDF സർക്കാർ തീരുമാനിച്ചു എന്നത് വ്യാജമായ പ്രചരണമാണ്. ഈ ആരോപണം തെളിയിച്ചാൽ താൻ MLA സ്ഥാനം രാജിവെക്കാമെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. സർക്കാർ കാർബൺ ക്രെഡിറ്റ് ഫണ്ട് വാങ്ങിയോ എന്ന് സംശയിക്കുന്നതായും കുഴൽനാടൻ സംശയമുന്നയിച്ചു. മറ്റു വാർത്തയിലേക്ക്. കലോത്സവ സ്വാഗതത്തിലെ ഗാന ദൃശ്യാവിഷ്കരണത്തിനെതിരെ മുസ്ലിം ലീഗ് രംഗത്ത് വന്നു. മാപ്പർഹിക്കാത്ത തെറ്റാണ് സംഭവിച്ചതെന്ന് സാദിഖ് അലി തങ്ങൾ വിമർശിച്ചു. അശ്രദ്ധ കൊണ്ട് സംഭവിച്ചതല്ലെന്നും അവതരിപ്പിച്ചവരുടെ മനസ്സിന്റെ വക്രതയാണ് ഇതെന്നുമായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. ഗവൺമെന്റിന് സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമായിരുന്നു, ഒരു സർക്കാരിന് സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. കാരണം വെച്ചാൽ വല്ല മുഖമൂടിയോ അങ്ങനെയൊക്കെയാണ് സാധാരണ തീവ്രവാദക്കാരെ അവതരിപ്പിക്കാൻ. അതിനൊരു മുസ്ലിം വേഷം കൊടുത്തത് അതൊരു വല്ലാത്ത മാപ്പർഹിക്കാത്ത തെറ്റായി പോയി ഗവൺമെന്റ് ഭാഗം. അത് ഈ ഗവൺമെന്റ് മാത്രമല്ല, അത് ആർക്കും ഒരു കണ്ടിട്ട് അതാണ് ഒറ്റ ഓട്ടത്തിൽ തന്നെ ഇപ്പോ ജാതിമത ഭേദമന്യേ എല്ലാവരും അഭിപ്രായം പറഞ്ഞു തെറ്റായിപ്പോയി എന്നുള്ളത്. അതവർക്ക് പ്രത്യക്ഷത്തിൽ കണ്ടിട്ട് പോലും മനസ്സിലായത്. അപ്പൊ എന്തോ ഒരു തകരാറ് ഇത് ആ രൂപം അവതരിപ്പിച്ച ആളുടെ വക്രമായ മനസ്സിനുണ്ട് എന്ന് തോന്നുന്നു. സ്വാഗത ഗാന വിവാദം പരിശോധിക്കുമെന്നും ഇനി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേക ജാഗ്രത കാണിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗം തീവ്രവാദം പ്രചരിപ്പിക്കുന്നവരാണ് നിലപാടില്ലെന്നും ഇത്തവണ എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസും പറഞ്ഞു. മിനിസ്റ്റർ പരിശോധിക്കാന്ന് പറഞ്ഞല്ലോ. നമ്മളെന്തിനാണ് ഇത്രയും ആൾക്കാർ പങ്കെടുത്തുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നടക്കുമ്പോൾ ഒരു ചെറിയൊരു കാര്യം പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും നിൽക്കേണ്ട കാര്യം എന്താണ്? അവരെല്ലാം പ്രതികരണത്തെ ഞങ്ങൾ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുക. ഞങ്ങളൊക്കെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ റിയാക്ട് ചെയ്യുന്നവർ തന്നെയാണ്. ഈ റിയാക്ട് ചെയ്യുന്നവരെക്കാൾ കൂടുതൽ ഇത്തരം കാര്യങ്ങൾ നല്ല നിലപാട് സ്വീകരിക്കുന്നവരാണ്. അതൊക്കെ നമ്മുടെ വീട്ടിലൊരു കല്യാണം തന്നെ നടക്കണമെന്ന് വെച്ചാൽ ഒത്തിരി ആൾക്കാർ കൂടി എന്തെല്ലാം കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഉണ്ടാവില്ലേ, അതൊക്കെ വിട്ടിട്ട് നമുക്ക് നല്ല കുട്ടികളുടെ കാര്യങ്ങളിലേക്ക് പോകണം. നോക്കാം, എന്തെങ്കിലും ഭരണഘടനാ വിരുദ്ധമായിട്ടോ ജനാധിപത്യ വിരുദ്ധമായിട്ടോ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം, കുഴപ്പമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായൊരു കാഴ്ചപ്പാടുണ്ട്. ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗമാണ് തീവ്രവാദത്തിന്റെ വക്താക്കൾ എന്നുള്ള പ്രചരണത്തെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കുന്നവരല്ല ഞങ്ങൾ എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത്തരം പ്രചരണങ്ങളെ ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കുന്നതുമല്ല. അത് നേരത്തെ വ്യക്തമാക്കിയതാണ്. വിദ്യാഭ്യാസ മന്ത്രി അതിൽ അദ്ദേഹം ഞാനൊക്കെ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനത്തിന്റെ നിലപാട് വളരെ ശക്തമായി പറയുന്നൊരു വ്യക്തിയാണ്. ഇതിനകത്ത് എന്ത് ആണ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത് എന്നുള്ളത് തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ പരിശോധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പരിശോധന തീർച്ചയായിട്ടും നടത്തുന്നതാണ്.
സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഇത്തവണ നോൺ വെജ് വിഭവങ്ങൾ ഉണ്ടാവില്ല. മാനുവലിൽ മാറ്റം വരുത്തുന്നത് അടുത്ത വർഷം ആലോചിക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. മുൻ കലോത്സവങ്ങളിലെല്ലാം വെജിറ്റേറിയൻ ഭക്ഷണമാണ് നൽകിയത്. ഇത് മുൻനിർത്തിയാണ് ടെൻഡർ അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കിയത്. അടുത്ത വർഷം മുതൽ ഭക്ഷണം 2 വേദികളിലേക്ക് മാറ്റാനും ആലോചിക്കുന്നുണ്ട്. 7 ജില്ലകൾക്ക് വീതം ഭക്ഷണവേദി ഒരുക്കാനാണ് ആലോചന. 60 മേളയിലും വെജിറ്റേറിയൻ ഫുഡാണ് കൊടുത്തിട്ടുള്ളത്. 61ാം മേളയിലും വെജിറ്റേറിയൻ ഫുഡ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ വെജിറ്റേറിയൻ ഫുഡ് എന്നുള്ള ധാരണയിലാണല്ലോ കാര്യങ്ങൾ നീക്കിയത്. എല്ലാ കാര്യങ്ങളും പരസ്യമായി ടെൻഡർ വിളിച്ചും അതിലെന്തൊക്കെ ഇനങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ടാണല്ലോ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. അത് സ്റ്റേജ് ആൻഡ് ലൈറ്റിന്റെ കാര്യത്തിലായിരുന്നാലും എല്ലാ കാര്യങ്ങളിലും ഗവൺമെന്റിന്റെ നടപടികളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ടാണ്. ഇവിടെ ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് ഞങ്ങളിവിടെ ക്യാമ്പ് ചെയ്ത് കാര്യങ്ങൾ തുടങ്ങുമ്പോഴാണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയയിലും അല്ലാതെയൊക്കെ തന്നെ ഒരു ചർച്ചകൾ വന്ന് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും അതിനെ സംബന്ധിച്ചിടത്തോളം ഇനി 2 ദിവസം കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഈ 2 ദിവസം കൊണ്ട് 1.5-2 ദിവസം കൊണ്ട് നമുക്ക് 20,000 പേർക്ക് നോൺ വെജിറ്റേറിയൻ കൊടുക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളത്? അപ്പോൾ ഞങ്ങളാരും വെജിറ്റേറിയനും എതിരല്ല, നോണിനും എതിരല്ല. കഴിഞ്ഞ ഫെസ്റ്റിവൽ ആരംഭിച്ച അന്ന് മുതൽ ഞാനും റിയാസ് മന്ത്രിയും ഞങ്ങൾ 4 പേരും അവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. എല്ലാ ദിവസവും അവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുക. നമുക്ക് എന്തായാലും ഒരു ഈ 957 മുതലുള്ള ഫെസ്റ്റിവലാണല്ലോ, അന്ന് മുതൽ ഉള്ള ഒരു കാര്യങ്ങൾ നടന്നു പോകുന്നത്. 62ാമത് ഫെസ്റ്റിവൽ പുതിയൊരു മാനുവലിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നടക്കുന്നത്. ആ സമയത്ത് നമുക്ക് ഈ ആവശ്യം ഒക്കെ തന്നെ പരിഗണിച്ചുകൊണ്ടുള്ള ഈ ആവശ്യം പരിഗണിച്ചുകൊണ്ടും ഉള്ള ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടി കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് നമുക്ക് അതാണ് അതിനെ സംബന്ധിച്ചുള്ള സൂചിപ്പിക്കാനുള്ളത്. സ്കൂൾ കലോത്സവത്തിലെ നോൺ വെജ് വിവാദം പ്രത്യേക അജണ്ടയുടെ ഭാഗമാണെന്ന് പഴയിടം മോഹനൻ നമ്പൂതിരി. താൻ വെജ് വിഭവങ്ങളിലൂടെ പ്രശസ്തനായ ആളാണ്. ടെൻഡർ നടപടികൾ നേരത്തെ പൂർത്തിയാക്കിയതാണ്. വിവാദങ്ങളോട് പ്രതികരിക്കാനില്ലെന്നും പഴയിടം പറഞ്ഞു. കലോത്സവ വേദികളിൽ നോൺ വെജ് ഭക്ഷണം വേണോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. ഏതായാലും മന്ത്രിമാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഇത്തവണ നോൺ വെജ് ഇല്ല. അതിന് ടെൻഡർ ഉൾപ്പെടെ നേരത്തെ നൽകിയതാണ് എന്നാണ് മന്ത്രിമാർ വ്യക്തമാക്കുന്നത്. ഏതായാലും പഴയിടം നമ്മോടൊപ്പം ഇപ്പോഴുമുണ്ട്. ഇത്തവണ നോൺ വെജ് ഇല്ല എന്ന മന്ത്രിമാരുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു. അല്ല, അതിനെ സ്വാഗതം ചെയ്യുകയോ നിരാകരിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. കാരണം കലോത്സവ വേദിയിലേക്ക് കൊടുക്കേണ്ട ഭക്ഷണത്തിൻ്റെ ഭക്ഷണക്രമം വളരെ നേരത്തെ തന്നെ ഡിക്ലെയർ ചെയ്യുന്നതാണ്. അതിനനുസരിച്ച് ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കുന്നതിന് ഞാൻ കൊട്ടേഷനും കൊടുത്തിരുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് നോൺ വെജിൻ്റെ ചോദ്യം പുതിക്കുന്ന പ്രശ്നം പോലും ഇല്ലല്ലോ. ഈ നോൺ വെജ് വേണം എന്നൊരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. ഇത് ബ്രാഹ്മണിക്കൽ രീതിയാണ്, ഈ വെജ് ഭക്ഷണം എന്നാണ്. ബ്രാഹ്മണിക്കൽ രീതി തന്നെയാണോ? വിവാദങ്ങൾക്ക് ഞാൻ മറുപടി പറയാനില്ല. രീതികൾ പലതും ഉണ്ടാകും, പക്ഷേ ഐ ആം നോട്ട് കൺസേൺഡ് അബൌട്ട് ദാറ്റ്. ഇനി നോൺ വെജ് അടുത്ത തവണ ഏർപ്പെടുത്തുകയാണെങ്കിൽ അത് പഴയ ഇടത്തിന് വെല്ലുവിളിയാകുമോ? എനിക്കെന്ത് വെല്ലുവിളി? ഇത്രയും കാലം ജീവിച്ചത് മുഴുവൻ കലോത്സവം കൊണ്ട് മാത്രമൊന്നും അല്ലല്ലോ. നമുക്ക് ഇതിനപ്പുറം വളരെ വിശാലമായൊരു ലോകമുണ്ട്. ഈ കലോത്സവങ്ങൾക്ക് അതിനപ്പുറം വളരെ വിശാലമായ ലോകമുണ്ട്. ഞാൻ അവിടെ എല്ലാം ഭക്ഷണം പാചകം ചെയ്യുകയും കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. എന്ന് വിചാരിച്ച കലോത്സവത്തിന് തള്ളി പറയുകയല്ല. നോൺ വെജ് വന്നു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കുകയില്ല എന്ന് പറയുന്നത് തെറ്റില്ല. കായിക മേളയ്ക്ക് നോൺ വെജ് ഭക്ഷണം കൊടുക്കുന്നുണ്ടല്ലോ. ഞാനല്ല കൊടുക്കുന്നത്, എന്നോടൊപ്പമുള്ള എൻ്റെ വളരെ നന്നായിട്ട് ചെയ്യാൻ അറിയാവുന്ന കുറച്ച് ആൾക്കാർ, സ്റ്റാഫ് എന്നോടൊപ്പം നോൺ വെജ് ചെയ്യാൻ അറിയാവുന്ന, അവർക്ക് പാചകം ചെയ്യാനും അതിനുവേണ്ട സർവ്വ സന്നാഹങ്ങളും പാത്രങ്ങളൊക്കെ സെപ്പറേറ്റ് യൂണിറ്റായിട്ട് ഞാൻ അവർക്ക് വിട്ടുകൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ അവരാണ് ഒന്ന് പാചകം ചെയ്യുന്നതും പാചകം കഴിഞ്ഞിട്ട് മടങ്ങിപ്പോകുന്നു. വേണമെന്ന് വരികയില്ല, എവിടെയാണെങ്കിലും നമ്മൾ നോൺ വെജ് കൊടുക്കാൻ തയ്യാറാണ്. അപ്പം പിന്നെ ഇത്തരം ചോദ്യങ്ങളൊക്കെ ഇതിപ്പോൾ ഏതോ ചില അജണ്ടകളുടെ പുറകിൽ ഇങ്ങനെ നടക്കുന്ന പോലെ തോന്നുന്നു. അതുകൊണ്ട് അത്തരം ചോദ്യങ്ങൾക്കൊന്നും തൽക്കാലം മറുപടി പറഞ്ഞ് എൻ്റെ ടെൻഷൻ ഉണ്ടാക്കേണ്ട കാര്യമില്ല. കാരണം 2 ദിവസം കൂടി ഇവിടെ ഭക്ഷണം കൊടുക്കേണ്ടതുണ്ട്. നിങ്ങളും വന്ന് കഴിച്ചു പോകുന്നതാണ് ഉച്ചയ്ക്കൂടെ. കാരണം വളരെ പറയുന്നതിനേക്കാൾ ഏതാണ്ട് 50%-60%-ത്തിനും കൂടുതൽ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. അവർക്കെല്ലാം യാതൊരു പ്രശ്നവും ഇല്ലാണ്ട് ഭക്ഷണം കൊടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ നമ്മളെ മാനസികമായിട്ട് തളർത്തുന്ന ചോദ്യങ്ങളുമായിട്ട് പ്ലീസ് വരാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. പഴയിടത്തിന്റെ വ്യക്തിപരമായ ഒരു ആഗ്രഹം എന്താണ്? വെജ് ആണോ നോൺ വെജ് ആണോ? അത് ചോദ്യം എന്നോട് ചോദിക്കണം. അല്ല, എനിക്ക് ആ ചോദ്യത്തിന് മറുപടിയില്ല. ഞാൻ ആദ്യം തന്നെ ഞാൻ ആമുഖമായിട്ട് പറഞ്ഞു കഴിഞ്ഞു, നോൺ വെജ് ഭക്ഷണം കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ എൻ്റെ സ്റ്റാഫിനെ വെച്ച് ചെയ്യിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വെജിറ്റേറിയൻ ഭക്ഷണത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരാളാണ്. അപ്പോൾ ആ ഒരാളുടെ നോൺ വെജ് ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നതിലും അർത്ഥമില്ലല്ലോ. വളരെയധികം നന്ദി പ്രതികരിച്ചതിന്. അതായത് ഇത് താനല്ല നിശ്ചയിക്കുന്നത്, വെജ് ആയാലും നോൺ വെജ് ആയാലും തനിക്ക് ഒരുപോലെയാണ് എന്നാണ് പഴയിടത്തിന്റെ മറുപടി. ക്യാമറമാൻ വിനോദ് കുമാറിനോടൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18. സർക്കാർ ജീവനക്കാരുടെ പണിമുടക്ക് നിയമവിരുദ്ധമെന്ന് ഹൈക്കോടതി. പണിമുടക്കിയാൽ കർശന നടപടി വേണമെന്നും പണിമുടക്കുന്നവർക്ക് ശമ്പളത്തിന് അർഹതയില്ലെന്നും കോടതി പറഞ്ഞു.
അവർക്ക് ശമ്പളം നൽകുന്നത് പണിമുടക്ക് പ്രോത്സാഹിപ്പിക്കലാണെന്നും കോടതി നിരീക്ഷിച്ചു. 2022 സംയുക്ത ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത 48 മണിക്കൂർ പണിമുടക്കിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ജീവനക്കാരെ തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയാണ് ഹൈക്കോടതി നിർദ്ദേശങ്ങളോടെ ഇപ്പോൾ തീർപ്പാക്കിയത്. എറണാകുളം ഏലൂരിലെ ഗോഡൌൺ പൂട്ടിയതിനു പിന്നാലെ സംസ്ഥാനത്തെ മുഴുവൻ വെയർഹൌസുകളും അടച്ചുപൂട്ടാനൊരുങ്ങി VRL ലോജിസ്റ്റിക്സ്. തൊഴിലാളികൾ ആവശ്യപ്പെടുന്ന ശമ്പളവുമായി സ്ഥാപനത്തിന് മുന്നോട്ട് പോകാനാകില്ലെന്നാണ് മാനേജ്മെന്റിന്റെ നിലപാട്. ശമ്പള വർധനവിൽ വിട്ടുവീഴ്ചയ്ക്കൊരുക്കമാണെന്ന് തൊഴിലാളി യൂണിയനുകൾ അറിയിച്ചിട്ടുണ്ട്. CITU പിടിവാശി തുടർന്ന് VRL പ്രവർത്തനം അവസാനിപ്പിച്ചത് ന്യൂസ് 18 ആണ് ആദ്യം പുറത്തുവിട്ടത്. ന്യൂസ് 18 ഫോളോ അപ്പ്. കയറ്റിറക്ക് കൂലിയായി നിലവിൽ നൽകുന്നത് ടണ്ണിന് 140 രൂപയാണ്. ഇത് 200 രൂപയായി ഉയർത്തിയാൽ ലക്ഷങ്ങളുടെ അധിക ബാധ്യത സ്ഥാപനത്തിനുണ്ടാവും. 3 വട്ടം ചർച്ച നടത്തിയിട്ടും യൂണിയനുകൾ വിട്ടുവീഴ്ച ചെയ്തില്ല. കേരളത്തിൽ ഒരിടത്തും ഇനി വെയർഹൌസുകൾ പ്രവർത്തിക്കേണ്ടതില്ലെന്നാണ് കമ്പനി തീരുമാനമെന്ന് അസിസ്റ്റന്റ് മാനേജർ ശങ്കർ ന്യൂസ് 18നോട് പറഞ്ഞു. മാനേജ്മെന്റ് അപ്പൊ കമ്പനി ഡിസൈഡ് ചെയ്തത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആൾ ഓൾറെഡി എല്ലാ സ്ഥലത്തിലും അതൊരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ എറണാകുളത്തിലുള്ള വെയർഹൌസ് ക്ലോസ് ആണ്, ഇവിടെ 6 പാർസലൊന്നും അയക്കരുത് പറഞ്ഞിട്ട് മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഡയറക്റ്റ് ഹെഡ് ഓഫീസിന് പോയിട്ടുണ്ട് മെസ്സേജ്. കേരളത്തിൽ എവിടുത്തെ വെയർഹൌസ് വേണ്ട പറഞ്ഞപ്പോ ആ സമയത്ത് കമ്പനി കേരളത്തിൽ എവിടത്തെ തുറക്കരുത്, ഇനി ശേഷം വെയർഹൌസ് വേണ്ടാന്ന്. VRL വെയർഹൌസ് പൂട്ടിയതോടെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന് CITU നേതൃത്വം വ്യക്തമാക്കി. 13 കമ്പനിയുമായി ലേബർ ഓഫീസർ ചർച്ച വിളിച്ചിട്ടുണ്ട്. കമ്പനി കടുത്ത നിലപാട് സ്വീകരിക്കില്ലെന്നാണ് പ്രതീക്ഷ. ലേബർ ഡിപ്പാർട്ട്മെന്റ് 13-ാം തീയതി ചർച്ച വെച്ചിട്ടുണ്ട്. ആ ചർച്ചയിലൂടെ ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് CITU നിർദ്ദേശിച്ചിട്ടുണ്ട് അവരോട്. ആ യൂണിയൻ പാഴ്സൽ സർവീസ് യൂണിയൻ ആണ് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ അതിനകത്തുണ്ട്. അവരോട് ഇതിനകത്ത് ഇടപെടണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അൺട്രസ്റ്റ് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വിഷയത്തിൽ നേരത്തെ തന്നെ വിട്ടുവീഴ്ചയുള്ള നിലപാടാണ് സ്വീകരിച്ചതെന്ന് INTUC വ്യക്തമാക്കുന്നു. അടച്ചുപൂട്ടൽ ഒഴിവാക്കുന്നതിനായി സർക്കാർ ഇടപെടണം. നമ്മൾ 22 വർഷമായിട്ട് ആ സ്ഥാപനം നിലനിർത്തിക്കൊണ്ടുപോകാൻ വേണ്ടി മുൻകാലങ്ങളിൽ ചെയ്ത വിട്ടുവീഴ്ച പോലെ തന്നെ ഇനിയും ആ തൊഴിൽ സ്ഥാപനം അവിടെ നിലനിൽക്കുന്നതിന്റെ ഭാഗമായിട്ട് തൊഴിലാളികൾക്ക് മാന്യമായ രീതിയിൽ വേതനം നൽകുന്ന രീതിയിൽ സെറ്റിൽമെന്റ് ഉണ്ടാക്കാം എന്നവരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. തൊഴിലാളികൾ അന്യായമായി വേതന വർധനവ് ആവശ്യപ്പെടുന്നു എന്നാരോപിച്ച് 2-നാണ് VRL കമ്പനി അടച്ചുപൂട്ടുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി തൊഴിൽ വകുപ്പിന് കത്ത് കൊടുത്തത്. ഒരാഴ്ചയായി വെയർഹൌസിലേക്ക് ചരക്കും എത്തിക്കുന്നില്ല. സ്ഥാപനം പൂട്ടിയതോടെ നേരിട്ടും അല്ലാതെയും തൊഴിൽ ലഭിക്കുന്ന 100-ലധികം തൊഴിലാളികളാണ് പെരുവഴിയിലായത്. ന്യൂസ് 18 കൊച്ചി. വിവാദങ്ങൾക്ക് പിന്നാലെ വേദി പങ്കിട്ട മന്ത്രി VN വാസവനും ചലച്ചിത്ര താരം ഇന്ദ്രൻസും. കോട്ടയം പാമ്പാടിയിലെ സ്വകാര്യ സ്കൂൾ വാർഷിക ചടങ്ങിലാണ് ഇരുവരും ഒന്നിച്ചെത്തിയത്. നടനെ വാനോളം മന്ത്രി പുകഴ്ത്തിയപ്പോൾ തനിക്ക് പിണക്കം ഒന്നുമില്ലെന്നായിരുന്നു ഇന്ദ്രൻസിന്റെ പ്രതികരണം. നിയമസഭയിലെ പ്രസംഗത്തിനിടെയാണ് നടൻ ഇന്ദ്രൻസിനെ മന്ത്രി VN വാസവൻ ബോഡി ഷെയ്മിംഗ് നടത്തിയെന്ന ആരോപണം വിവാദമായത്. ഇതിനു പിന്നാലെ ആദ്യമായാണ് ഇരുവരും വേദി പങ്കിടുന്നത്. വേദിയിൽ ആദ്യം പ്രസംഗിച്ച മന്ത്രി ഇന്ദ്രൻസിനെ കുറിച്ച് വാചാലനായി. ഏത് കഥാപാത്രം തന്നെ കിട്ടിയാലും അത് നർമ്മം കലർന്ന രൂപത്തിൽ അവതരിപ്പിക്കേണ്ടതാണെങ്കിൽ അങ്ങനെ, അതല്ല സീരിയസ് റോളാണ് അങ്ങനെ കലാകേരളത്തിന് തന്റേതായ സംഭാവന നൽകി സ്വതസിദ്ധമായ ശൈലിയിൽ കൂടി ഏറ്റവും മികച്ച സംഭാവന നൽകിയ അനുഗ്രഹീതനായ ഈ കലാകാരൻ നാളുകളിൽ ഈ കേരളത്തിന്റെ ഇനിയും ഉന്നതങ്ങളിലേക്ക് ഉയർന്നു വരട്ടെ കലാകേരളത്തിൽ എന്ന് ആശംസിക്കുന്നു. തൊട്ടുപിന്നാലെ സദസ്സിനെ അഭിസംബോധന ചെയ്ത നടൻ പ്രസംഗത്തിനൊടുവിലാണ് തന്റെ നിലപാട് വ്യക്തമാക്കിയത്. മന്ത്രിയോട് ഒരു പിണക്കവുമില്ലെന്ന് സ്വതസിദ്ധമായ മറുപടി. മന്ത്രിയുടെ എനിക്കൊരു പിണക്കവുമില്ല, അതുകൊണ്ട് ഇപ്പൊ പറയേണ്ടതുണ്ട്. ഞങ്ങൾ കുറച്ച് മുമ്പേ ജനിച്ചവരായതുകൊണ്ട് പുതിയ തലമുറ സൂക്ഷിക്കുന്ന പോലെ ചിലപ്പോൾ സൂക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല, പക്ഷെ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു കാലത്ത് അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഓരോന്നും അടയാളപ്പെടുത്തിയിരുന്നതും പറഞ്ഞതൊക്കെ. ഇനി നമുക്ക് സൂക്ഷിക്കാം, ശ്രദ്ധിക്കാം. പരിപാടി അവസാനിപ്പിച്ച് വേദി വിടാനൊരുങ്ങുമ്പോഴും ഒരിക്കൽ കൂടി സ്നേഹം പങ്കുവച്ചാണ് ഇരുവരും മടങ്ങിയത്. അമിതാഭ് ബച്ചനെ പോലെ തലപ്പൊക്കമുണ്ടായിരുന്ന കോൺഗ്രസ് ഇന്ദ്രൻസിനെ പോലെ മെലിഞ്ഞെന്നായിരുന്നു നിയമസഭയിൽ മന്ത്രിയുടെ പരാമർശം. ന്യൂസ് 18 കോട്ടയം. ഭക്ഷ്യസുരക്ഷാ പരിശോധനയ്ക്ക് സംസ്ഥാന തലത്തിൽ പ്രത്യേക ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്തെ ഏത് ഭാഗത്തും ഈ ഫോഴ്സിന് പരിശോധന നടത്താനാകും. അതത് പ്രദേശത്തെ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരും ഈ ടീമിന്റെ ഭാഗമാകും. 2019 45 കടകളും 2020 39 കടകളും 2021 61 കടകളും അടപ്പിച്ചപ്പോൾ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ 149 സ്ഥാപനങ്ങൾ അടപ്പിച്ചെന്നും മന്ത്രി പറഞ്ഞു. ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. പരിശോധനകൾ കൂടുതൽ സ്ഥാപനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ക്ഷേമ പെൻഷൻ വീട്ടിൽ എത്തിച്ചു നൽകുന്നതിനുള്ള
ഇൻസെന്റീവ് മുൻകാല പ്രാബല്യത്തോടെ കുറച്ചു. 50 രൂപയിൽ നിന്ന് 30 രൂപയായിട്ടാണ് കുറച്ചത്. 25 രൂപ ഏജന്റിനും 5 രൂപ സഹകരണ സംഘത്തിനും ലഭിക്കും. 2021 നവംബർ മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് നടപടി. ആലപ്പുഴയിൽ അയ്യപ്പ സംഘത്തെ ആക്രമിക്കുകയും 9 വയസ്സുകാരിയെ പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിലെ പ്രതി പിടിയിലായി. ആലപ്പുഴ ഇരവുകാട് സ്വദേശി അർജുൻ വിഷ്ണുവാണ് പിടിയിലായത്. തന്റെ ബൈക്കിലിരുന്നത് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് കുട്ടിയെ തള്ളി താഴെയിട്ടതെന്നായിരുന്നു അർജുന്റെ വിശദീകരണം. ഇന്നലെ രാത്രി 10 മണിക്ക് ആലപ്പുഴയിലെ കളർകോട് ജംഗ്ഷനിൽ വെച്ചാണ് സംഭവം. മലപ്പുറം ചുങ്കത്തുറ പഞ്ചായത്തിലെ കൊട്ടേപ്പാടം സ്വദേശികളായ അയ്യപ്പ ഭക്തർ ശബരിമല സന്ദർശനം കഴിഞ്ഞ് തിരികെ വരികയായിരുന്നു. ചായ കുടിക്കാൻ കളർകോട് ജംഗ്ഷനിൽ സംഘം ഇറങ്ങി. സംഘത്തിലുണ്ടായിരുന്ന 9 വയസ്സുകാരി വൃന്ദാവന ഹോട്ടലിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന അർജുന്റെ ബൈക്കിലിരുന്ന് മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുത്തു. ഇത് കണ്ട അർജുൻ വിഷ്ണു വൃന്ദാവനയെ തള്ളി താഴെയിട്ടു. തന്റെയും കൂടെയുണ്ടായിരുന്ന യുവതിയുടെയും ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞായിരുന്നു അക്രമം. പെൺകുട്ടിയുടെ കൈക്ക് പരിക്കേറ്റു. ഇതോടെ സംഘത്തിലുള്ളവരും യുവാവും തമ്മിൽ വാക്കേറ്റമായി. മടങ്ങിപ്പോയ അർജുൻ കൈക്കോടാലി കൊണ്ടുവന്ന് അക്രമം അഴിച്ചുവിടുകയായിരുന്നു. ബസിന്റെ വാതിൽ ചില്ല് കോടാലി കൊണ്ട് അടിച്ചു തകർത്തു. കഷ്ടം കണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ചങ്ങാതി ബൈക്കിൽ വന്നു. ഈ കുട്ടികൾ എന്തോ പറഞ്ഞു, വേണ്ടത് എന്താണ് പറഞ്ഞത്. ഇപ്പോൾ ഈ ഒപ്പമുള്ളൊരു സ്വാമി എന്താ ചോദിക്കാൻ പോയി. അപ്പോൾ അവനെ വേണ്ടത് പറഞ്ഞു. നീ ആരടാ ചോദിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവനെ പിടി തള്ളി. എന്നിട്ട് ഞങ്ങളെല്ലാവരും എല്ലാ സ്വാമിയും വന്നിട്ട് പറഞ്ഞ് മനസ്സിലാക്കി വിട്ടു. എന്നിട്ട് അവൻ തിരിച്ചു പോയിട്ട് പിന്നെ രണ്ടാമത് വന്ന് കോടാലി എടുത്തുകൊണ്ട് ഇറങ്ങി വാടാ ആരാന്ന് പറഞ്ഞിട്ട് ഗ്ലാസ്സിന് തല്ലി പൊട്ടിച്ചു. വൈകിട്ട് 4 മണിയോടെ അർജുനെ ആലപ്പുഴ കുതിരപ്പന്തിയിൽ നിന്നാണ് പിടികൂടിയത്. തന്റെ ബൈക്കിലിരുന്നത് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് കുട്ടിയെ തള്ളി താഴെയിട്ടെന്നാണ് അർജുന്റെ മൊഴി. യുവാവിനൊപ്പമുണ്ടായിരുന്ന യുവതി TV റിയാലിറ്റി ഷോ താരമാണെന്ന് സംഘം പോലീസിന് മൊഴി നൽകി. യുവതി അക്രമത്തിൽ ഉൾപ്പെടാത്തതിനാൽ ഇവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടില്ല. ആലപ്പുഴ സൗത്ത് പോലീസാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് 18 ആലപ്പുഴ. കൊല്ലം കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ പുതുവർഷാഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ വെടിക്കെട്ടിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. 100ഓളം രോഗികൾ ചികിത്സയിൽ കഴിയുന്ന ആശുപത്രിയിലാണ് വൻ ശബ്ദമുള്ള പടക്കങ്ങൾ പൊട്ടിച്ചത്. അത്യാഹിത വിഭാഗവും പ്രസവ വാർഡും പ്രവർത്തിക്കുന്ന പ്രധാന കെട്ടിടത്തിന്റെ മുകളിലായിരുന്നു ഈ കരിമരുന്ന് പ്രയോഗം. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലാണ് പ്രസവ വാർഡും മറ്റ് ഗുരുതരമായ ചികിത്സയിൽ കഴിയുന്ന രോഗികളുമൊക്കെയുള്ള വാർഡിൻ്റെ മുകളിലെ കെട്ടിടത്തിൻ്റെ മുകളിൽ വെച്ച് ഈ കരിമരുന്ന് പ്രയോഗം നടത്തിയത്. പുതുവർഷം ആഘോഷിക്കണം, പക്ഷേ ഒരു ആശുപത്രിയിൽ അത്യാസന്ന നിലയിൽ കഴിയുന്ന രോഗികളൊക്കെയുള്ള സ്ഥലത്ത് ഇത്ര വലിയ ശബ്ദത്തോടു കൂടിയുള്ള കരിമരുന്ന് പ്രയോഗം നടത്തുന്നതിലെ ഔചിത്യം ആശുപത്രി അധികൃതരോ അല്ലെങ്കിൽ ഇത് നടത്തിയ ആളുകൾ ആരാണെന്ന് വ്യക്തമല്ല. അവരോ ഇതുവരെ തിരിച്ചറിഞ്ഞില്ല എന്ന് വേണം കരുതാൻ. എന്തായാലും ഇതിന് പിന്നാലെ അന്വേഷണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആശുപത്രിയുടെ നിയമങ്ങൾ കൂടി എതിരാണ് ഇത്തരം വലിയ ശബ്ദത്തോടു കൂടിയ കരിമരുന്ന് പ്രയോഗം ആശുപത്രി കെട്ടിടത്തിന് മുകളിൽ വെച്ച് നടത്തുക എന്നുള്ളത്. കൊല്ലം ചിത്രയിൽ വടിവാളും വളർത്തുനായുമായി അയൽവാസിയുടെ വീട്ടിൽ യുവാവിന്റെ അതിക്രമം. കിഴക്കുംഭാഗം സ്വദേശി സജീവാണ് അതിക്രമം കാണിച്ചത്. നാട്ടുകാരെയും പോലീസുകാരെയും വെല്ലുവിളിച്ചായിരുന്നു പ്രകടനം. ഗേറ്റ് പൂട്ടി നായ്ക്കളെ തുറന്നുവിട്ടതോടെ പ്രതിയെ പിടികൂടാനാവാതെ പോലീസ് മടങ്ങി. ഒരു കൈയിൽ വടിവാൾ, മറുകൈയിൽ വളർത്തുനായ. ഇങ്ങനെയാണ് കിഴക്കുംഭാഗം സ്വദേശി സജീവ് അയൽവാസി സുപ്രഭയുടെ വീട്ടിലെത്തി ഭീഷണി മുഴക്കിയത്. തന്റെ അച്ഛന്റെ പേരിലുള്ള വസ്തുവിലാണ് സുപ്രഭ താമസിക്കുന്നതെന്നും ഇവിടുന്ന് ഇറങ്ങിപ്പോകണമെന്നുമായിരുന്നു സജീവിന്റെ ആവശ്യം. ഒടുവിൽ പോലീസ് എത്തി സജീവനെ അനുനയിപ്പിച്ചു. ഇയാൾ സ്ഥിരം ശല്യക്കാരനാണെന്ന് നാട്ടുകാർ പറയുന്നു. പുള്ളിയുടെ കയ്യിൽ ഒരു വടിവാളും ഒരു നായയും പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്നു. പോലീസും ഫയർഫോഴ്സും നാട്ടുകാരെ അനുനയിപ്പിച്ചു. പുള്ളിയെ സ്വന്തം വാഹനത്തിലെ പുള്ളി കയറുള്ളൂ എന്ന് പറഞ്ഞു. പുള്ളിയുടെ വാഹനത്തിൽ തന്നെ പോലീസ് കയറാൻ അനുവദിച്ചു. പോലീസ് പുള്ളിയുടെ വാക്ക് വിശ്വസിച്ചു. പോലീസ് വണ്ടി എടുത്ത് മാറ്റിക്കൊടുത്തു.
പക്ഷേ പോലീസിൻ്റെയും നാട്ടുകാരുടെയും ഫയർഫോഴ്സിൻ്റെയും എല്ലാം കണ്ണ് വെട്ടിച്ച് ഈ പ്രതി പട്ടിയും വടിവാളും വാഹനമായിട്ട് കടന്നു കളയാണ് ചെയ്തത്. സ്റ്റേഷനിലേക്ക് വരണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിട്ടും സജീവ് വഴങ്ങിയില്ല. വീട്ടിലെത്തി പിടികൂടാമെന്ന പദ്ധതിയും പാളി. 3 നായ്ക്കളെയും തുറന്നുവിട്ട ശേഷം സജീവ് വീട്ടിൽ കയറി കതകടച്ചു. ഇതോടെ പോലീസ് മടങ്ങി. ന്യൂസ് 18 കൊല്ലം. അന്തരിച്ച കവിയും ഗാനരചയിതാവുമായ BR പ്രസാദിന്റെ മൃതദേഹം ജന്മനാടായ കുട്ടനാട് മങ്കൊമ്പിൽ എത്തിച്ചു. കോട്ടഭാഗം NSS കരയോഗത്തിന്റെ മങ്കൊമ്പ് ശിവശങ്കരപിള്ള ഹാളിൽ നടന്ന പൊതു ദർശനത്തിൽ മന്ത്രി സജി ചെറിയാൻ, AM ആരിഫ് MP തുടങ്ങിയവരും കലാരംഗത്തു നിന്നുള്ള നിരവധി പ്രമുഖരും നാട്ടുകാരും അടക്കം അന്ത്യോപചാരം അർപ്പിച്ചു. തുടർന്ന് തിരികെ വീട്ടിലെത്തിച്ച മൃതദേഹം നാളെ ഉച്ചയ്ക്ക് 1 വീട്ടുവളപ്പിൽ സംസ്കരിക്കും. മസ്തിഷ്കാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന BR പ്രസാദ് ഇന്നലെ ഉച്ചയോടെയാണ് ചങ്ങനാശ്ശേരിയിലെ സ്വകാര്യ ക്ലിനിക്കിൽ മരിച്ചത്. തിരുവനന്തപുരം വർക്കല അയിരൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഉപദ്രവിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. എറണാകുളം പറവൂർ സ്വദേശി ഷാഹുൽ ഹമീദാണ് പിടിയിലായത്. യുവാവ് 10 വയസ്സ് മുതൽ കുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ പോക്സോ കേസിൽ KSRTC ജീവനക്കാരൻ അറസ്റ്റിൽ. അയിരൂർ സ്വദേശി പ്രകാശനാണ് അറസ്റ്റിലായത്. പാറശാല KSRTC ഡിപ്പോയിലെ വെഹിക്കിൾ സൂപ്പർവൈസറാണ് പ്രകാശൻ. ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട 14-കാരിയെ പ്രലോഭിപ്പിച്ച് എറണാകുളത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. അവിടെ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം 2023 ഭാഗമായി ഏർപ്പെടുത്തിയ മലയാള സാഹിത്യത്തിന് സമഗ്ര സംഭാവന നൽകിയതിനുള്ള പുരസ്കാരം T. പത്മനാഭന്. 1 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. അശോകൻ ചെരുവിൽ ചെയർമാനും ഡോക്ടർ ജോർജ് ഓണക്കൂർ, നിയമസഭാ സെക്രട്ടറി AM ബഷീർ എന്നിവർ അംഗങ്ങളുമായ ജൂറിയാണ് അവാർഡ് നിശ്ചയിച്ചത്. ഈ മാസം 9 പുസ്തകോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി അവാർഡ് സമ്മാനിക്കും. വാർത്തകൾ വിശദമായി തുടരുന്നു. യുവ സംവിധായിക നയന സൂര്യന്റെ ദുരൂഹമരണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. പ്രത്യേക സംഘത്തിന്റെ അന്വേഷണത്തിൽ മരണത്തിൽ നിഗൂഢതയുണ്ടെന്നാണ് കണ്ടെത്തൽ. നയനയുടെ സുഹൃത്തുക്കളെ വീണ്ടും ചോദ്യം ചെയ്യും. പ്രാഥമിക അന്വേഷണം നടത്തിയ പ്രത്യേക സംഘം ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. യുവ സംവിധായികയുടെ മരണവുമായി ബന്ധപ്പെട്ട പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തായതിനു പിന്നാലെയാണ് സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും രംഗത്തെത്തിയത്. ഇതോടെ പ്രത്യേക സംഘം പ്രാഥമിക അന്വേഷണം നടത്തി. നയന സൂര്യന്റെ മരണവുമായി ബന്ധപ്പെട്ട് മഹസർ തയ്യാറാക്കുന്നതിലടക്കം വീഴ്ച സംഭവിച്ചതായാണ് കണ്ടെത്തൽ. നയനയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ മുറി തുറന്നത് എങ്ങനെയാണെന്ന കാര്യം മഹസറിൽ വ്യക്തമാക്കിയിരുന്നില്ല. നയനയുടെ മുറി പൂട്ടിയിരുന്നോ എന്നും വ്യക്തമല്ല. പുറത്തുനിന്ന് അകത്ത് കിടക്കാൻ വഴിയുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ആദ്യ അന്വേഷണത്തിൽ ഗുരുതര വീഴ്ചയുണ്ടായതായാണ് വിലയിരുത്തൽ. യുവതിയുടെ അടുത്ത സുഹൃത്തുക്കളെ അടക്കം വീണ്ടും വിശദമായി ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് അന്വേഷണ സംഘം. നയനയുടെ മുറിയിൽ ആദ്യം പ്രവേശിച്ചവരെയാണ് അന്വേഷണ സംഘം ചോദ്യം ചെയ്യുക. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും. കൊലപാതകമാണെന്ന സംശയം ബലപ്പെട്ട സാഹചര്യത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ DYSP GK ദിനിൽ ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. തുടർന്നാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറാനുള്ള നിർണായക തീരുമാനം. സിറ്റി പോലീസ് കമ്മീഷണർ R. നാഗരാജു കേസിന്റെ ഗൌരവം കണക്കിലെടുത്ത് അന്വേഷണ സംഘവുമായി കൂടിയാലോചന നടത്തിയ ശേഷം നാളെ മാധ്യമങ്ങളെ കാണും. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ ഒരു ഫ്ളാറ്റ് അസോസിയേഷൻ നൽകിയ വിചിത്രമായ സർക്കുലറിനെ കുറിച്ചുള്ള വാർത്തയാണ്. അവിവാഹിതർ 2 മാസത്തിനകം ഫ്ളാറ്റ് വിട്ടുപോകണമെന്ന സർക്കുലറാണ് ഫ്ളാറ്റ് ഓണേഴ്സ് അസോസിയേഷൻ നൽകിയത്. തിരുവനന്തപുരം പട്ടം ഹീര ഫ്ളാറ്റിലാണ് സർക്കുലർ പതിച്ചത്. അവിവാഹിതരുടെ ഫ്ളാറ്റിൽ എതിർ ലിംഗക്കാർ വരാൻ പാടില്ലെന്നും സർക്കുലറിൽ പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. ഉമേഷ് ബാലകൃഷ്ണന്റെ റിപ്പോർട്ട് കാണാം. തിരുവനന്തപുരം പട്ടത്തുള്ള ഈ ഹീര ഫ്ളാറ്റിലാണ് ഇവരുടെ ഓണർമാർ ഒരു പ്രത്യേകതരം സർക്കുലർ പുറത്തിറക്കിയത്. അതായത് ഇവരുടെ സദാചാര കണ്ണിൽ ഈ 2 മാസത്തിനകം ഇവിടെയുള്ള അവിവാഹിതർ ഇവിടെ നിന്ന് ഫ്ളാറ്റ് വിട്ടു പോകണമെന്നാണ് ഒരു നിർദ്ദേശം. രണ്ടാമത്തെ നിർദ്ദേശം, ഈ 2 മാസവും ഇവിടെ അവിവാഹിതരെ കാണാൻ എത്തുന്നവരാണെങ്കിൽ അവരുടെ രക്തബന്ധുക്കളായ ആളുകൾ മാത്രമേ എത്താൻ പാടുള്ളൂ, എതിർ ലിംഗത്തിലുള്ളവരുടെ എത്താൻ പാടില്ല എന്നുള്ള നിർദ്ദേശവും ഈ ഹീര ഫ്ളാറ്റ് ഉടമകൾ നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഫ്ളാറ്റിൽ കഴിയുന്ന ചില അവിവാഹിതർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്തായിരുന്നു സംഭവം? 3-ാം തീയതിയാണ് ഞങ്ങൾക്ക് ഈ നോട്ടീസ് കിട്ടുന്നത്. അതിന്റെ അകത്ത് പറയുന്നത് ഓപ്പോസിറ്റ് സെക്സിലുള്ള ആൾക്കാർ ഫ്ളാറ്റിലേക്ക് വരാൻ പാടില്ല എന്നതാണ്. പിന്നെ താഴെ ബേസ്മെന്റ് ഏരിയ ഉണ്ട്, അവിടെ നിന്ന് സംസാരിക്കണമെന്നാണ്. ഇപ്പം വിസിറ്റേഴ്സ് വന്നാലും അവരുടെ ഗാർഡിയന്റെ നമ്പർ അവർ ആവശ്യപ്പെടുന്നുണ്ട്. 30 വയസ്സുള്ള ആൾ കാണാൻ വന്നാൽ 55 വയസ്സുള്ള 60 വയസ്സുള്ള പേരന്റ്സിന്റെ നമ്പറാണ് അവർ ആവശ്യപ്പെടുന്നത്. അതുകൂടാതെ
2 മാസത്തെ നോട്ടീസ് പീരീഡിനുള്ളിൽ ഞങ്ങൾ ഇവിടുന്ന് ഷിഫ്റ്റ് ആവണമെന്നും അവരതിനകത്ത് പറയുന്നുണ്ട്. ഇത് ഇപ്പൊ പുതിയതായിട്ട് വന്നൊരു നിയമമാണ്. ഞങ്ങൾ ഇവിടെ വരാൻ നേരത്തെ ഇങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നില്ല. ഇവിടെ താമസിക്കുന്നു? ഇവിടെ ഇപ്പൊ ഞാൻ 1 വർഷത്തിൽ കൂടുതലായി. എങ്ങനെയാണ് ഈ താമസ കാലയളവിൽ ഏതെങ്കിലും രീതിയിലുള്ള മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അതെ, വാച്ച്മാൻ ചേട്ടൻ മിക്കവാറും 10 മണിയാകുമ്പോഴത്തേക്ക് ഇത് പൂട്ടി കിടക്കലാണ് പണി. പിന്നെ എണീറ്റ് കുട്ടി തുറപ്പിക്കണം. ഇത് ഞങ്ങൾ അനുഭവിക്കുന്ന മാത്രമല്ല, ട്രിവാൻഡ്രത്ത് പഠിക്കാനായും ജോലി ചെയ്യാനായും നിൽക്കുന്ന മിക്കവാറും ഉള്ളവരെല്ലാവരും അനുഭവിക്കുന്ന കാര്യമാണ്. വളരെ മോശമായ രീതിയിലുള്ള പെരുമാറ്റങ്ങളാണ് കൂടുതലും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ പോലീസിൽ പോവാൻ ഇപ്പോൾ തയ്യാറാകുന്നത്. എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? അതായത് ഞങ്ങൾക്ക് ഡിഗ്നിറ്റിയോടെ ഒരു സ്ത്രീ, അതായത് ഞങ്ങൾ രണ്ടാളും 27 വയസ്സുള്ളവരാണ്. 27 വയസ്സുള്ള 2 സ്ത്രീകൾക്ക് ഡിഗ്നിറ്റിയോടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് റെന്റ് കൊടുത്ത് താമസിക്കാനായിട്ട് തിരുവനന്തപുരം പോലുള്ള സിറ്റിയിൽ പറ്റില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. എവിടെ പോയാലും ഇത് ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് മനസ്സിലാക്കുന്നത്. എല്ലാ സിറ്റിയിലും സ്ത്രീകളുടെ സ്ക്രൂട്ടനൈസ് ചെയ്യാനായിട്ടും സ്ത്രീകളുടെ സ്വഭാവം നന്നാക്കാനായിട്ടും നേരെ നടത്താനായിട്ടും എല്ലായിടത്തും കുറെ പേരുണ്ടാവും പറയുന്ന പോലെ ഇവിടെയും കുറച്ചു പേരുണ്ട്. അപ്പം അങ്ങനെയാണ് കാണുന്നത്. ഭൂരിപക്ഷം അങ്ങനെയാണോ, അതോ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷത്തിന്റെ ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ അടിച്ചേൽപ്പിക്കുന്നതാണോ? ഇവിടെ അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് 6-7 പേര് ചേർന്നിട്ടുള്ള ഒരു അസോസിയേഷന്റെ മെമ്പേഴ്സ് അവർ ചേർന്നെടുത്ത തീരുമാനമാണ്. ബാക്കി ഞങ്ങൾ റെസിഡൻസിനെ അറിയിക്കുകയോ ഞങ്ങൾക്കൊരു അഭിപ്രായം ചോദിക്കുകയോ അല്ലെങ്കിൽ ഓണേഴ്സ് തന്നെ അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ ചോദിക്കുമ്പോഴാണ് ഓണേഴ്സ് ഒക്കെ ഇങ്ങനെ ഒരു നോട്ടീസ് വന്നു എന്നുള്ള കാര്യം അറിയുന്നത് തന്നെ. കുറച്ചു മുമ്പ് ഇവിടുത്തെ പ്രസിഡന്റിനെ ഒന്ന് ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. പ്രസിഡന്റ് ഫോണിലും സംസാരിക്കില്ല, നേരിട്ട് സംസാരിക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങളോട് സംസാരിച്ചിരുന്നോ? ഒരിക്കലും. ഞങ്ങൾ ഒരു തവണ അദ്ദേഹത്തെ കാണാൻ ചെന്നതാണ്. റൂമിൽ ഒരു 7 മണിയായി കാണും. അദ്ദേഹം ഞങ്ങളെ അവോയ്ഡ് ചെയ്തു. എനിക്കൊന്നും സംസാരിക്കാനില്ല, നിങ്ങൾ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് എനിക്കറിയാം, അത് ഈ പ്രായത്തിന്റെ ആണെന്നാണ് അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നത്. ഈ പ്രായത്തിൽ ഇതൊക്കെ നടക്കും, അത് ക്ഷമിക്കാവുന്ന തെറ്റാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഒരിക്കലും ഞങ്ങളോട് സംസാരിച്ചിട്ടില്ല. ഇവിടെ അസോസിയേഷൻ മീറ്റിംഗിലും ഞങ്ങളെ ഇൻവോൾവ് ചെയ്തിട്ടില്ല. ഇത് സ്ത്രീകളുടെ മാത്രമല്ല, പുരുഷന്മാരുടെ റൂമിലും സ്ത്രീകളെ കയറ്റാൻ പാടില്ലെന്നാണ്. അവർക്കും റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഇവിടെ. 2 മാസത്തിന് ഒഴിഞ്ഞു കൊടുക്കാൻ തന്നെയാണോ തീരുമാനം? ഞങ്ങൾ ഓൾറെഡി ഇവിടെ ഓരോരുത്തരെ നോട്ടം സഹിക്കാൻ വയ്യാതായിട്ടുണ്ട്. തീരുമാനം എടുത്തിട്ടില്ല, പതിയെ തീരുമാനിക്കും. എന്തായാലും ഈ ഫ്ളാറ്റിൽ 22 ഫ്ളാറ്റുകളാണുള്ളത്. അതിൽ തന്നെ 6 സ്ഥലത്ത് മാത്രമാണ് അവിവാഹിതരുള്ളത്. അത് മാത്രമല്ല, ഈ ഫ്ളാറ്റിലിരുന്ന് പഠിച്ച വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ വർഷം കേരളത്തിലെ ഹയസ്റ്റ് റാങ്ക് സിവിൽ സർവീസ് എക്സാമിൽ ടോപ്പിലെത്തിയത്. അതായത് ഇത്തരത്തിൽ പഠിക്കാനെത്തുന്ന നിരവധി വിദ്യാർത്ഥികൾ, മറ്റ് ജോലിക്കെത്തുന്ന നിരവധി പേർ ഇവിടെ ഉണ്ട് ഇത്തരത്തിൽ അവിവാഹിതരായി. അവരെല്ലാമാണ് ഈ രീതിയിൽ സദാചാര ബോധത്തോടെ കാണുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. എന്തായാലും ആ രീതിയിൽ, അതായത് സിവിൽ സർവീസിന് കേരളത്തിന് അഭിമാനമായി സിവിൽ സർവീസിൽ കേരളത്തിലെ 1ാം റാങ്ക് നേടിയ ആൾ പോലും ഇവിടെ ഇരുന്ന് പഠിച്ചവരാണ്. അവർ 4 വിദ്യാർത്ഥികൾ ഒന്നിച്ചിരുന്ന് പഠിക്കുന്ന ഫ്ളാറ്റും ഇതിനുള്ളിലായിരുന്നു. എന്തായാലും ഈ രീതിയിലാണ് ഈ ഫ്ളാറ്റിലെ ഉടമകൾ ചിന്തിച്ചത്. കെപിക്കൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18 തിരുവനന്തപുരം. വാർത്തകൾ വിശദമായി പൂർണ്ണമാകുന്നു. നമസ്കാരം.